ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വെണ്ടയ്ക്ക മസാല റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വെണ്ടയ്ക്ക മസാല എന്നോ ലേഡീസ് ഫിംഗർ മസാല എന്നോ അതേപോലെ നോർത്ത് ഇന്ത്യൻസ് ഭിണ്ടി മസാല എന്നൊക്കെ പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് റൊട്ടി, ഫുൾക്ക, ചപ്പാത്തി, റൈസ് എന്നിവയ്ക്കൊക്കെ ഒപ്പം നല്ലൊരു സൈഡ് ഡിഷായി കഴിക്കാവുന്നതാണ്. അപ്പോൾ കുക്കിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാണ്ട്, ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ കുക്കിംഗ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഭിണ്ടി മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക ഞാൻ വലിയ സൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അയമോദകം, ജീരകം, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകാണ് നമുക്ക് വേണ്ടത്. പിന്നെ മസാലാസ് വേണ്ടത് നമുക്ക് ചില്ലി പൗഡർ, മുളക് പൊടി, 1 സ്പൂൺ കൊറിയണ്ടർ പൗഡർ, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, പിന്നെ ആവശ്യാനുസരണം ഉപ്പ്, പിന്നെ ലേശം വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോയാലോ. ആദ്യം നമ്മൾ ഈ വെണ്ടയ്ക്കൻ ഇതങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കണം. എല്ലാതിൻ്റെയും ഒരു സൈഡ് കട്ട് ചെയ്യണം. ഫുള്ളായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പീസാക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ എല്ലാ വെണ്ടയ്ക്കും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് മസാല റെഡിയാക്കാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഈ പച്ചമല്ലിപ്പൊടി 1 സ്പൂൺ എടുത്തത്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ എടുത്തത്, അതേപോലെ തന്നെ ഗരം മസാല 1 സ്പൂൺ എടുത്തത്, പിന്നെ മുളക് പൊടി ആവശ്യാനുസരണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഈ ഉപ്പ് ഇതെല്ലാം ഞാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. ആദ്യം എല്ലാ മസാലയും ആ ഉപ്പും ഒക്കെ പാടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേസ്റ്റ് വന്നിട്ട് വല്ലാതെ തിക്കും ആവരുത്, വല്ലാതെ ലൂസും ആവരുത്. അങ്ങനെ ഒരു പേസ്റ്റാണ് വേണ്ടത്. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ വെണ്ടയ്ക്ക കട്ട് ചെയ്തും എടുത്തിട്ട് ആ കട്ട് ചെയ്ത സൈഡിൽ ഇങ്ങനെ ഈ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഈ മസാല ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ അകത്തത് ഫിൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് ഞാൻ കട്ട് ചെയ്ത് കാണാനില്ല. ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. അതിന് ശേഷം അങ്ങനെ ഓരോന്നിലും ഇങ്ങനെ നമ്മൾ ഈ മസാല ഫിൽ ചെയ്ത് കൊടുക്കണം. ഈ മസാല ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മുടെ എല്ലാ വെണ്ടയ്ക്ക പീസിലും നമ്മൾ മസാല ഫിൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കിയതിന് ശേഷം ഇതെങ്ങനെയാണ്. ഇനി നമ്മളൊരു പാൻ വെച്ചെടുക്കും. പാൻ വെച്ചതിന് ശേഷം അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഏകദേശം ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഈ എണ്ണയിലോട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജീരകം ഏകദേശം മുരിഞ്ഞ് നല്ലൊരു മണക്ക് വരുമ്പോൾ ജീരകം ഏകദേശം പൊട്ടിയിട്ട് മുരിയുന്നുണ്ട്. മുരിഞ്ഞത് അങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അയമോദകം അജ്വൈൻ ഇട്ട് കൊടുക്കും. അജ്വൈൻ ഇട്ടതിന് ശേഷം അത് ഏകദേശം ഒന്ന് പൊട്ടിത്തെറിച്ച് റെഡിയായി വരുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അജ്വൈനും ജീരകമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമ്മൾ ഈ മസാല നിറച്ച വെണ്ടയ്ക്ക ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം സെയിം പാൻ തന്നെ ഒരു ലേശം കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 പിഞ്ച് അയമോദകം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒപ്പം തന്നെ ഒരു 2 വലിയ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സവാള ഏകദേശം ഒന്ന് സ്ലൈറ്റ്ലി കുക്കായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ അഡീഷണൽ മസാലയും ചേർത്തിട്ടില്ല. നമ്മൾ സവാള കുക്കായിട്ടുണ്ട്. ഇനി നമ്മളൊരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചേക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഈ ഒരു സ്റ്റേജിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക, മസാല നിറച്ച് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു കുക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 to 3 മിനിറ്റ്സ് ഇതൊന്ന് അടച്ചിട്ട് കുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് മതി. അപ്പോൾ അടച്ചിട്ട് റെഡിയാക്കി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം. ഒപ്പം തന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും ക്വാണ്ടിറ്റിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.